ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അത്യപൂർവ സംഭവമായി തന്നെ ഇതിനെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പല വമ്പന്മാരും പല കേസുകളിലും അറസ്റ്റിലായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെ നമുക്കിതിനെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അജീതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇത് ഒരു പോറ്റിയിൽ തുടങ്ങി ഒരു തന്ത്രിയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. തന്ത്രി എന്ന് പറയുന്നത് ശബരിമലയുടെ അൾട്ടിമേറ്റ് ആണ്. അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുമായി വിശ്വാസപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മറ്റും. അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ ദൈവതുല്യനായി കാണുന്നയാളാണ് തന്ത്രി എന്ന് പറയുന്നത്. ഒരുപക്ഷെ പത്മകുമാർ പറഞ്ഞിട്ടുള്ള ദൈവതുല്യൻ ഇദ്ദേഹമാണോ എന്നുള്ള ചോദ്യം അത് പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ആ പേര് ഉയർന്നു വന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും ആണ്. ദൈവതുല്യർ എന്ന് പറഞ്ഞത് ഇവരെക്കുറിച്ചാണ് എന്ന തരത്തിലൊരു വ്യാഖ്യാനം വന്നു. അവിടെയാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് എന്ന നിലയിൽ ഉച്ചയോടുകൂടി തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, അല്പസമയത്തിനകം തന്നെ തന്ത്രി അറസ്റ്റിലാവുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. അത് അപ്പോൾ ദൈവതുല്യൻ ഇദ്ദേഹമാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇപ്പോൾ പി.കെ. ഗോപൻ പറഞ്ഞ പോലെ ഈ കേസിൻ്റെ ക്ലൈമാക്സിലേക്ക് അത് എത്തിച്ചേരുകയാണോ എന്നുള്ള തോന്നൽ കൂടി ഇവിടെ നിലനിൽക്കുന്നു. വളരെ തന്ത്രപരമായിട്ടാണ് ഇദ്ദേഹത്തെ ഈ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്ന് വേണം നമ്മൾ ഈ പോലീസ് ചില ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും ഓരോ തവണ CD ഹാജരാക്കുമ്പോൾ കേസ് ഡയറി ഹാജരാക്കുമ്പോഴും എന്തൊക്കെ വിശദാംശങ്ങളുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ തവണ വാദം നടക്കുന്ന സമയത്ത് പോലും തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാമർശങ്ങളിലേക്ക് പോകാൻ ഒന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല. കാരണം ഏതെങ്കിലും തരത്തിലൊരു സൂചന കിട്ടിയാൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ഒരുപക്ഷെ മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ വിചാരിച്ച പോലെ ക്വസ്റ്റ്യൻ ചെയ്യലും അതുപോലെ തന്നെ അതിൻ്റെ തുടർ നടപടികളും നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കോടതിയിൽ അധികം പറയാതെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കരുതൽ നീക്കം നടത്തിയത്. എന്നിട്ട് അദ്ദേഹത്തോട് തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി പറയുന്നു. തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലുള്ള ഓഫീസിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യനർ തയ്യാറാക്കിയിട്ടാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്ന ആളാണ്, അദ്ദേഹത്തെ അറിയാം. അത് സ്വർണ്ണപ്പാളി ഇളക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നതിനപ്പുറം അത് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ താൻ അനുമതി നൽകിയത് എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ അതല്ല എന്ന് SITയുടെ ഈ അറസ്റ്റോടു കൂടി നമുക്ക് ബോധ്യമാവുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ കാരണത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന വിശദാംശങ്ങളാണ് പുറത്തു വരേണ്ടത്. ആ വിശദാംശം പുറത്തു വരണമെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കൊല്ലത്ത് വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. കാരണം വിജിലൻസ് കോടതിയിലാണ് കേസ് നടക്കുന്നത്. ഇന്നിപ്പോൾ 3:15 ആവുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ തിരിച്ചാൽ 5 മണി, കോടതി സമയം കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരില്ല. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ജഡ്ജിൻ്റെ വീട്ടിൽ ഹാജരാക്കണം. അതിന് അദ്ദേഹത്തെ വിളിച്ച് സമയം ചോദിച്ചിട്ട് വേണം ഇന്ന് ഹാജരാക്കാൻ. എന്തായാലും ഇന്ന് തന്നെ അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളായിരിക്കും ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു തന്ത്രി ഒരു സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലാവുന്നു. അതും ശബരിമലയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന സ്വർണ്ണപ്പാളി വിവാദവുമായി വന്നിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അത് അവരുടെ അന്വേഷണം നടക്കട്ടെ. നമ്മൾ അതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ അതിലെല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരി നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ, അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അന്വേഷണം കഴിയട്ടെ എന്നിട്ട് യെസ്, അദ്ദേഹം പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നടക്കുന്നുണ്ട്. അത് കോടതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ തന്ത്രി അറസ്റ്റ് ചെയ്ത കാര്യത്തോട് പ്രത്യേകം പ്രതികരണം നൽകേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സേഫ്, അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം നേരത്തെ നമുക്കറിയാം, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും വലിയ തരത്തിൽ CPM-ന് നേരെ ആരോപണമുന ഉയർത്തുന്ന ഒരു ഗതിയിലേക്കായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം അവർ ഉയർത്തിക്കാട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പോലും അവർ അങ്ങനെ തന്നെയാണ് പ്രചരണ ഘട്ടത്തിൽ പോലും പ്രചരണ പാട്ട് വരെ ഇറക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെയും മാറ്റി എഴുതേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വന്നു. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ആൾ തന്ത്രിയാണ് എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ CPM-നെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ നേട്ടമായി ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ സൈഫ്? CPM-ന്റെ ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് നമുക്കതിനെ പൂർണ്ണതോതിൽ വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ CPM-നെ ആശ്വസിക്കാൻ കഴിയുന്ന, CPM-ന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു നടപടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സംഘത്തെ രൂപീകരിക്കുന്നത് ഒരു ഘട്ടത്തിൽ CPM അല്ല,
അത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പൂർണ്ണ തൃപ്തി കോടതി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടം വന്നപ്പോൾ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കോടതി നിങ്ങൾ അന്വേഷണം ഒരു പടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല, ഇന്നയാളെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കോടതി ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്നത് പിന്നീട് നമ്മൾ കണ്ടതാണ്.